ഹലോ, വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫാണ്. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും പോകാനുള്ള പ്ലാൻ ഉള്ളത് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ സീ ബ്രിഡ്ജ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിന് മുമ്പായിട്ട് സീ ബ്രിഡ്ജിൽ പോയിട്ടുള്ളത് നമ്മുടെ ധനുഷ്കോടി, തമിഴ്നാട് രാമേശ്വരത്തുള്ള ധനുഷ്കോടിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേൾഡിൽ തന്നെ നാലാമത്തെ നമ്മുടെ ലിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഷേഖ് ജാബർ ബ്രിഡ്ജ് ആട്ടോ. അപ്പോൾ വേൾഡിൽ തന്നെ നാലാമത്തെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇപ്പം നമ്മൾ പോകേണ്ട റൂട്ടൊക്കെ ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ വരുന്നത് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദി അൽ സബ കോസ്വേയിലാണ് കേട്ടോ. മെയ് 1, 2019 ഈ ഒരു ബ്രിഡ്ജ് ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ളത്. വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നാലാമത്തെ ബ്രിഡ്ജാണ് ഷെയ്ഖ് ജാബർ ബ്രിഡ്ജ്. ഏകദേശം $3.6 ബില്യൺ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളതും. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂൽ അടിക്കാനും കിട്ടും. നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫ്യൂല് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ റോഡിൽ നിന്നും എക്സിറ്റ് അടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ നേരെ താഴത്തോട്ട് ഇനി നെക്സ്റ്റ് കാണുന്ന എക്സിറ്റിലൂടെ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് കിലോമീറ്ററോളം പിന്നെ നമ്മൾ കറങ്ങേണ്ടി വരും, ആ കാര്യം ഉറപ്പാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഫ്യൂൽ അടിച്ചേ പറ്റും. അപ്പോൾ ആരെങ്കിലും ഈ റൂട്ടിലൂടെ ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫ്യൂലൊക്കെ അടിച്ച ശേഷം മാത്രം യാത്ര ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. കാരണം നമുക്ക് ഉണ്ടായ അനുഭവം വെച്ച് പറയുകയാണ്. പിന്നെ എൻ്റെ ഈ റൈറ്റ് സൈഡായിട്ട് കാണുന്നതാണ് ഷുവൈറ്റ് പോർട്ട്. അവിടെ കുറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ പെട്രോൾ പമ്പിലോട്ട് പോവാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എവിടെ ചെന്നാലും കുവൈറ്റ് സിറ്റിയിലേക്കുള്ള ബോർഡ് കാണാൻ പറ്റും. നമ്മൾ കുവൈത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലായിക്കോട്ടെ അവിടെയൊക്കെ നമുക്ക് കുവൈറ്റ് സിറ്റിയിലേക്ക് പോകേണ്ട റൂട്ട് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് കുവൈത്തിലുള്ളവർ ജസ്റ്റ് റൂട്ടിലൊക്കെ നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നോക്കിയാൽ മതി. അത് നമ്മൾ ഇവിടുന്ന് ഫ്യൂൽ അടിക്കുകയാണ്. ഇവിടെ പെട്രോളിന് വരുന്നത് പ്രീമിയത്തിനാണെങ്കിൽ 91 ഫിൽസാണ്. അതുപോലെ തന്നെ സൂപ്പറാണെങ്കിൽ 95 ഫിൽസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 91 × 272 എത്രയാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ 1 ലിറ്ററിൻ്റെ പെട്രോളിൻ്റെ റേറ്റ് വരുന്നത്. ഡീസലാണെങ്കിൽ ഏകദേശം 120 ഫിൽസ് ആ ഒരു റേഞ്ചിലാണ്. ചെറിയൊരു ഇതിൽ കൂടും. പിന്നെ നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് വന്ന റേറ്റ് 3.4 3,250 ആണ് നമുക്ക് ഇവിടെ വന്ന ചാർജ്. ഇപ്പോൾ ഇന്ത്യൻ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 850 880 ആ ഒരു റേഞ്ചിലായിരിക്കും വരാം. ഫുൾ ടാങ്ക് ആണ് കേട്ടോ. ഫുൾ ടാങ്കിന് വരുന്ന ഒരു എമൗണ്ടാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏകദേശം 5,000 രൂപക്കൊക്കെ അടുത്ത് വരൂലേ നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ. ഇവിടെ ആകുമ്പോൾ പെട്രോളിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അത് നല്ല പെട്രോളായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ നേരെ പോവാണ് നമ്മുടെ യാത്ര. ഇനിയിപ്പോൾ നമുക്ക് ഈ റോഡ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നമ്മളതിനിപ്പോൾ പുറത്താണുള്ളത്, എക്സിറ്റ് അടിച്ചിട്ടാണുള്ളത്. ഇനി നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ റോഡ് കയറണം. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഏകദേശം ഒരു 8, 10, 12 കിലോമീറ്ററൊക്കെ വളഞ്ഞ് നമുക്കിപ്പോൾ ആ ഒരു റോഡ് ലിങ്കാകാൻ പോവാണ്. കുവൈത്തിലൊന്നും കാണാനില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കുവൈത്തിൽ കാണാനൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഈ ഒരു ഡ്യൂട്ടി റൂം എന്നുള്ള ഒരു നിലക്ക് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ പോകുന്നത്. ഇത് തന്നെ വേൾഡിലെ, ഒന്നുകൂടി പറയുകയാണ്, വേൾഡിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നാലാമത്തെ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജ്. ഏകദേശം 36 കിലോമീറ്റർ ഉണ്ട്. 2 ബ്രിഡ്ജ് ഉണ്ട്. അതിൽ ഇപ്പം നമ്മൾ ഈ പോകുന്നത് 36 പോയിൻറ്റ് സംതിങ് ആ ഒരു കിലോമീറ്ററിലുള്ള ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ ഇനി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രിഡ്ജും കൂടി ഇതുപോലെ സീ ബ്രിഡ്ജ് കിട്ടുന്നുണ്ട്. എല്ലാം കൂടി ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 48.6 കിലോമീറ്റർ ആണ് ബ്രിഡ്ജിൻ്റെ നീളം വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ബ്രിഡ്ജാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ കടൽ പാലം കയറിയിരിക്കുകയാണ്. ഇനി 36 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ ഈ ഒരു കടലിൻ്റെ ഒരു അപ്പുറത്തെ സൈഡ്, കടലിൻ്റെ അപ്പുറം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറെ ഭാഗത്തേക്കുള്ള ഒരു ലിങ്ക് ആട്ടോ വരുന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളിതാ ഈ കടൽ കയറാൻ പോവാണ്. കടൽ കയറിയിട്ട് ബ്രിഡ്ജ് നേരെ ഇനി കടലിൻ്റെ മുകളിലൂടെയാണ്. ഞാൻ ഇതിനു മുമ്പ് കടലിന് മുകളിലായിട്ടുള്ള യാത്ര ചെയ്തിട്ടുള്ളത് ധനുഷ്കോടിയാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള ധനുഷ്കോടിയിലൂടെയാണ്. അത് ട്രെയിൻ യാത്രയാണ്. അത് നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര കൂടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ സ്പീഡ് വരുന്നുള്ളത് 100 km/h ആണ്. അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഓരോ പോസ്റ്റും ഉണ്ട്, ലൈറ്റ് പോസ്റ്റിനും ക്യാമറകൾ കാണാൻ പറ്റും. ഓരോ പോസ്റ്റ് ഇടവിട്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറ കാണാൻ പറ്റും. അതുപോലെ സ്പീഡ് ക്യാമറ ഉണ്ട്. ഇവിടെ വണ്ടി നിർത്താനും പാടില്ല, അപ്പോൾ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ മൊത്തത്തിലുണ്ട്. പിന്നെ അതല്ല, നമ്മൾ നിയമം ലംഘിക്കുകയാണെങ്കിൽ അതിനുള്ള ഫൈനും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വരികയും ചെയ്യും. അപ്പോൾ മാക്സിമം നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുക, എവിടെ വണ്ടി നിർത്താതിരിക്കുക. പിന്നെ ഈ ഒരു പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുവൈറ്റ് സിറ്റിയിൽ നിന്നും സൈഡ് സിറ്റിയിലേക്ക് ഏകദേശം 104 കിലോമീറ്റർ ഉള്ളത്. ആ ഒരു 104 കിലോമീറ്റർ 36 കിലോമീറ്ററായിട്ട് ചുരുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. പിന്നെ അതിൻ്റെ മാപ്പ് കാണിക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ മുകളിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അതല്ല, നമ്മൾ 104 കിലോമീറ്ററൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഏകദേശം 90 മിനിറ്റോളം നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. അത് 30 മിനിറ്റായിട്ട് ചുരുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഒരു ബ്രിഡ്ജിൽ 2 കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പണികൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2035 വരാൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അവിടെയും ടൂറിസം കാര്യങ്ങളൊക്കെ വരാൻ പോകും എന്നാണ് ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടി പറ്റിയതും. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് കുവൈത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ബ്രിഡ്ജ് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ്. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷ്വൽസ് തന്നെ കാണാൻ പറ്റും എത്ര മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. സ്വർഗത്തിലേക്കുള്ള ഒരു പാത എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഉണ്ട് വിഷ്വൽസ്. കടലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോവാണ്. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു ഐലൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുവൈറ്റ് സിറ്റിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നില്ല, നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളിപ്പം കുവൈറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും, അതും മങ്ങിയ രീതിയിൽ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെറും റോഡ് മാത്രമേ കാണാൻ പറ്റും. പിന്നെ 2 സൈഡ് കടൽ മാത്രമാണ്. കുവൈറ്റ് സിറ്റിയൊക്കെ മെല്ലെ ഇങ്ങനെ മങ്ങിപ്പോവാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈദ് മുബാറക്കിൻ്റെ ബോർഡൊക്കെ കാണാൻ പറ്റും. നമ്മൾ നേരെ പോവാണ്. നമ്മുടെ യാത്രാ ലക്ഷ്യം എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ വരും എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഐലൻഡ്, അതിൽ ഒന്നാമത്തെ ഐലൻഡാണ് ഈ കാണുന്ന, എൻ്റെ റൈറ്റ് സൈഡായിട്ട് കാണുന്ന ഈ ഒരു ഐലൻഡ്. ചെറിയൊരു ഐലൻഡാണ് ഇത്, കൃത്രിമമായിട്ട് നിർമ്മിച്ച ഐലൻഡാണ്. അപ്പോൾ 2 ഐലൻഡാണ് ഈ ഒരു കടൽപ്പാലത്തിനിടയിലായിട്ട് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര നേരെ മുന്നോട്ടാണ്. അങ്ങനെ ഫൈനലി ഏകദേശം 36 കിലോമീറ്റർ താണ്ടിയിട്ട് നമ്മൾ കടൽപ്പാലം കഴിഞ്ഞു. ഇനി മരുഭൂമിയിലൂടെയുള്ള യാത്ര ഉണ്ടാവും. നമ്മൾ ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും ടെൻഷനൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കടൽപ്പാലം. അത് നമ്മുടെ കുവൈത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കുവൈത്തിൽ കാണാൻ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ വരുന്നതാണ്. നിങ്ങൾ തന്നെ ഈ ഒരു വിഷ്വൽസ് കണ്ടോക്ക് എത്ര അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെയെന്ന്.